എറണാകുളത്തെ DLF ഫ്ളാറ്റിലെ കുടിവെള്ളത്തിൽ നിന്നുണ്ടായ രോഗവ്യാപനത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഫ്ളാറ്റിലെ വിവിധ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു. താമസക്കാരായ നിരവധി പേർ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സ തേടിയതോടെയാണ് കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതായി സംശയമുയർന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയമായ കാക്കനാട്ട് DLF ഫ്ളാറ്റിലെ അന്തേവാസികളിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് രോഗലക്ഷണം കണ്ടത്. വയറിളക്കവും ഛർദിയുമായി 25ഓളം പേരാണ് ചികിത്സ തേടിയത്. മാലിന്യം കലർന്ന കുടിവെള്ളമാകാം രോഗകാരണമെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ പ്രാഥമിക നിഗമനം. നഗരസഭയുടെ നേതൃത്വത്തിലാണ് നിലവിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. MLA പറഞ്ഞു, ഞാൻ അപ്പോൾ തന്നെ ഹെൽത്തിലേക്ക് വിളിച്ചറിയിച്ചു. ഡോക്ടേഴ്സും HI നമ്മുടെ ഇവിടുന്ന് വണ്ടി വിട്ടുകൊടുത്ത് ഇവിടുത്തെ HI എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളമൊക്കെ സാമ്പിൾ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്തു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ഒരു സ്ഥലത്തു നിന്നുള്ള വെള്ളമല്ല അവർ ഉപയോഗിക്കുന്നത്. കിണർ വെള്ളമുണ്ട്, ബോർവെല്ലുണ്ട്, ടാങ്കർ വണ്ടിയുടെ ഉണ്ട്, മഴവെള്ളമുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ ഉണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ സൈസിലുമുള്ള വെള്ളം ഒരു ടാങ്കിൽ കൊണ്ടുവന്നിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണമേന്മ എത്രയുണ്ട്, ഇത് ഏതിൽ നിന്നാണ് ഇതിൻ്റെ ബാക്ടീരിയ വന്നതെന്ന് അറിയാൻ പാടില്ല. ഇപ്പം ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 10-40 പേർക്കാണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് മാറിയിട്ടുണ്ട്. അപ്പം ഇനി തുടർന്ന് ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും നല്ല തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രോഗം കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ ജനപ്രതിനിധികളുടെയും ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും അടിയന്തര യോഗം ചേർന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഹെൽത്ത് സ്ക്വാഡിന് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. 4 മാസം മുൻപ് ഇതേ ഫ്ളാറ്റിൽ മലിനജലത്തിലൂടെ രോഗം പടർന്നു പിടിക്കുകയും 500ഓളം പേർ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. പരിശോധനയിൽ കുടിവെള്ളത്തിൽ അളവിൽ കൂടുതൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.